എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇനി വരുന്ന ആഴ്ചയിൽ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ ഒരു 4 സ്റ്റോക്സ് അത് ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏകദേശം നല്ലൊരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10% റിട്ടേൺ തന്നിട്ടുണ്ട്. പവർ ഗ്രിഡ് ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു 3% അല്ലെങ്കിൽ 3.5% റിട്ടേൺ വന്നിട്ടുണ്ട്. HMA അഗ്രോ എന്ന് പറയുന്നത് 17% റിട്ടേൺ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു അപ്പർ സർക്യൂട്ട് എന്ന രീതിയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ അറ്റ്സിറ്റ കോട്ടൺ എന്ന് പറയുന്നത് ഒരു 14% റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ചനുള്ളിലാണ് ഇത്രയും റിട്ടേൺ തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങൾ തിങ്കളാഴ്ച വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എല്ലാ സ്റ്റോക്കും ഈ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് തിങ്കളാഴ്ച കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് മുകളിൽ കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചനുള്ളിൽ തന്നെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% മതി, മന്ത്ലി 5% മതി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് റിസ്ക് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഓക്കെ, അതല്ല നമുക്ക് ഒരു മാസം 10% റിട്ടേൺ വേണം എന്നുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് ആവറേജ് എന്ന രീതിയിൽ എല്ലാം കൂടി ഒരു 11% റിട്ടേണിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഈ ഒരു മാസം വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, എന്ത് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കൊരു 5% റിട്ടേൺ വന്നിട്ടുണ്ട്, സോ ഞാൻ ഈ ഒരു മാസം മൊത്തം ഹോൾഡ് ചെയ്താലും എനിക്ക് ഇഷ്യൂ ഇല്ല എന്ന രീതിയിൽ പോകുന്നവർക്ക് വേണമെങ്കിൽ പോകാം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞാനൊരു 3 മാസം ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പെർസെൻറ്റേജ്, ഒരു 20% അല്ലെങ്കിൽ 30% വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്ന രീതിയിൽ പോകുന്നവർക്കാണെങ്കിലും പോകാം. കാരണം നമ്മൾ നൽകുന്ന സ്റ്റോക്കുകൾ ഒരു മിനിമം 10% എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചില സ്റ്റോക്കുകൾ മോർ ദാൻ 10% പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ HMA അഗ്രോ എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ 17% റിട്ടേൺ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് ഇൻഫ്ര 3% വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സും ഒരേ രീതിയിൽ വർക്ക് ആവും അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ മൂവ് ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില സ്റ്റോക്സുകൾ പെട്ടെന്ന് തന്നെ മൂവ് ആവാം, ചില സ്റ്റോക്സുകൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ പതിയെ മൂവ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ആഴ്ചയിലെ സ്റ്റോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ആഴ്ചയിലെ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച പറയാൻ പോകുന്ന സ്റ്റോക്സുകൾ എന്ന് പറയുന്നത് പെന്നി സ്റ്റോക്സുകളാണ്, അതായത് 10 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ 50 രൂപ അല്ലെങ്കിൽ 100 രൂപേൻ്റെ ഇടയിൽ സ്റ്റോക്ക് വേണ്ട, എനിക്കൊരു 10 രൂപേൻ്റെ താഴെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ആഴ്ചയിൽ ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. 10 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഇത്. നമ്മൾ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനീസിൻ്റെ തന്നെയാണ് നമ്മൾ എന്താ പറയുക അനാലിസിസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രോയിങ്ടൺ, അതായത് ഗ്രോയിങ്ടൺ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. BSE സ്റ്റോക്കാണ്. ഓക്കെ, നമുക്ക് NSE സ്റ്റോക്ക് മാത്രം നമ്മൾ നോക്കിയതുകൊണ്ട് കാര്യമില്ല. ചില സമയത്ത് നമുക്ക് BSE സ്റ്റോക്കുകൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ BSE അല്ലെങ്കിൽ NSE ഇതിൽ ഏത് വേണമെങ്കിലും വരാം. നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങാനുള്ള ഓപ്ഷൻ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഗ്രോയിങ്ടൺ വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹6.49 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടാണ്. സോ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് കഴിഞ്ഞ് തിരിച്ചൊരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിലേക്ക് ഒരു ബിയർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ OT ലെവൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. ദെൻ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു OBൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് പോയി ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്ന് നല്ല രീതിയിലുള്ളൊരു പുള്ളിങ് നൽകിയ ശേഷം താഴെ തിരിച്ച് മാർക്കറ്റ് ആ ഒരു OBയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് മേ ബി താഴെ വന്ന് ഒന്ന് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു FEG എന്ന് പറയുന്ന ഒരു FEG ഉണ്ട്. സോ അതിൽ വന്നിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന സ്റ്റോക്ക് ഗ്രോയിങ് വെഞ്ചേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന BSEയിലുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജെൻ ഫാർമ, അതായത് ജെൻ ഫാർമ
സെക്ടർ ലിമിറ്റഡ് എന്ന് പറയുന്ന BSEയുടെ തന്നെ ഒരു സ്റ്റോക്കാണ്. സോ അതും ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്ന ശേഷം ആ ഒരു OBയിലേക്ക് ഒരു വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന മാർക്കറ്റ് തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് ഒരു അപ്പ് ട്രെൻഡ് എന്ന രീതിയിലേക്ക് മൂവ് ആയിട്ടുണ്ട്. സോ ഇതൊരു ബൈയിങ് സ്റ്റോക്കാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹2.64 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ പെന്നി സ്റ്റോക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ഓക്കെ ആണ്, വാങ്ങിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എല്ലാ സമയവും ഈ പറയുന്ന പോലെ പെന്നി സ്റ്റോക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചില കേസസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും തിരിച്ച് കയറാൻ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 months മുകളിലുള്ള ടൈം പീരീഡ് ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് എന്താ പറയുക, മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മൂവ് ആവാതെ തിരിച്ച് അതേ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പെന്നി സ്റ്റോക്സ് എല്ലായ്പ്പോഴും നമ്മൾ നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ പോലെ ഒറ്റയടിക്ക് മേലേക്ക് കയറണം എന്നില്ല. ചിലപ്പോൾ അത് 3 മാസമോ ചിലപ്പോൾ 3 വർഷം വരെ ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ മൂവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നല്ല സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ഹോൾഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ലാതെ. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. സോ ധൈര്യത്തിൽ ഹോൾഡ് ചെയ്യാം. നമ്മൾ എക്സിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോസ് എന്ന രീതിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റോക്കുകൾ ഡൗൺ ആയ സ്റ്റോക്കുകൾ തിരിച്ച് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല നല്ല സ്റ്റോക്കുകൾ, വോളിയം ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കൂടി നടത്തണം. നിങ്ങൾ ഏത് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നതിന് പകരം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി നടത്തുക, സ്റ്റോക്കിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കൂടി ചെയ്ത ശേഷം സ്റ്റോക്ക് കറക്റ്റായിട്ട് ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അക്സർ സ്പിൻഡെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് NSEയിലും വാങ്ങാം, നിങ്ങൾക്ക് അതുപോലെ BSEയിലും വാങ്ങാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട് വീക്കിലി ക്യാൻഡിൽ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത്. ഓക്കെ, മാർക്കറ്റ് ഒരു അപ്പർ സർക്യൂട്ട് എന്ന രീതിയിലാണ് മൂവ് ആയിരിക്കുന്നത്. ഈ ഒരു 1-ാം തീയതി മുതൽക്ക് മേ ബി മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് മുകളിലേക്ക് പോകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ തന്നെ മുകളിലേക്ക് പോയ ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടുത്തെ ടേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു ICT കോൺസെപ്റ്റ് പ്രകാരം ഡബിൾ റീട്രേസ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, 1-2 എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു നല്ലൊരു പുൾ ബാക്ക് തരുകയാണെങ്കിൽ വീണ്ടും ഡൗൺ വരാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% വന്നിട്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു അക്സർ സ്പിൻഡെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. ഹോൾഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ 10% അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ചെയ്തേക്കാം. അതും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. മേ ബി റീട്രേസ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹോൾഡ് ചെയ്യാം. 2 months വെയിറ്റ് ചെയ്താൽ പോലും നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നല്ല വോളിയം ഉള്ള ഷെയറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിലും ക്വാർട്ടർലി സെയിൽസ് ആണെങ്കിലും ആവറേജ് സെയിൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വിവൻസ ബയോസയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. BSEയുടെ സ്റ്റോക്കാണ്. ഓക്കെ, BSEയുടെ ഒരു സ്റ്റോക്കാണ്. സോ അതും ഈ പറയുന്ന പോലെ നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ഈ ഒരു മാസം ഫസ്റ്റ് വീക്ക് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് റീട്രേസ്മെൻറ്റ് വന്നിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ്, വിവാൻസ ബയോസയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഓക്കെ, 5-ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് SYLPH ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. BSE സ്റ്റോക്കാണ്. ഓക്കെ, ഇതും വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. വീക്കിലി ക്യാൻഡിൽ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3.11 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഓക്കെ, ഇതും നല്ല രീതിയിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബൈയിങ് റേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് ഏത് മുതൽക്ക് എത്ര വരെ വാങ്ങാം എന്ന രീതിയിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം ഒരു എന്താ പറയുക, ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൈസ് റേഞ്ച് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതിനെ വെച്ച് ഒരു എന്താ പറയുക 10% എബോവിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ച് വന്നേക്കാം. അപ്പോൾ ആ ഒരു കേസിൽ റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ ഓൾറെഡി 10% മൂവ് ആയ സ്റ്റോക്കുകൾ വീണ്ടും വാങ്ങാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ 15% മൂവ് ആയ ശേഷം നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോയി നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ സ്റ്റോക്കുകൾ നോട്ട് ചെയ്യുക. ചില കേസുകളിൽ മാർക്കറ്റ് തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുന്ന നമ്മളിപ്പോൾ എന്താ പറയുക തിങ്കളാഴ്ച മുതൽക്കാണ് വാങ്ങാൻ പറയുന്നത്. സോ തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് ഒന്ന് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, നമ്മൾ പറയുന്ന ആ ഒരു പ്രൈസ് വാല്യൂവിൽ നിന്ന് താഴേക്ക് പോകുന്ന എല്ലാ സ്റ്റോക്സും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ താഴെ പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണോ അങ്ങനെ നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് കുറേ സ്റ്റോക്കുകൾ നമ്മൾ എന്താ പറയുക ഫിൽട്ടർ ചെയ്ത് അനാലിസിസ് ചെയ്ത ശേഷം മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു എന്താ പറയുക കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ 15% മൂവ് ആയ ശേഷം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങരുത്. ഓക്കെ, അത് നിങ്ങൾ ആ വാങ്ങുന്ന ആ ഒരു ടൈമിൽ നിന്നും തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് ചിലപ്പോൾ മൂവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു 50% ഇപ്പോൾ ഒരു കറണ്ട് ട്രെൻഡിൽ നിന്നും ഒരു 50% ഡൗൺ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊരു സ്റ്റോക്കാണെങ്കിലും ഇപ്പോൾ ആദ്യത്തെ ഒരു 15 ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് നൽകുകയാണെങ്കിൽ പോലും 15ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു മന്തിൻ്റെ ഹാഫ് പോർഷൻ കഴിയുന്ന സമയത്ത് അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ താഴേക്ക് പോകുന്ന സ്റ്റോക്കാണെങ്കിലും 15 ഡേയ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മന്തിൻ്റെ ഹാഫ് പോർഷൻ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ 15-ാം തീയതി ആ ഒരു 14, 15 ആ ഒരു സമയത്ത് പോയി വാങ്ങുന്ന സമയത്ത് നിങ്ങളെ ഉദ്ദേശിച്ച മാർക്കറ്റ് എങ്ങനെയാണോ പോകണം എന്ന് ഉദ്ദേശിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. നിങ്ങൾ ഏത് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും മാക്സിമം ആദ്യത്തെ 4-5 ദിവസത്തിനുള്ളിൽ വാങ്ങുക, അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, 2 ദിവസം 3 ദിവസത്തിൽ വാങ്ങാൻ ശ്രമിക്കുക. അതും അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. താഴേക്ക് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, റീട്രേസ്മെൻറ്റ് വരാതെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അടുത്ത ആഴ്ച നല്ല നല്ല സ്റ്റോക്സ് വരും, അതിൻ്റെ അടുത്ത മാസം വരും. നമുക്ക് എല്ലാ മാസവും നല്ല നല്ല സ്റ്റോക്സുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു സ്റ്റോക്ക് പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഉറക്കം കളഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നല്ല നല്ല സ്റ്റോക്സുകൾ ഒരു ഓപ്പർച്യൂണിറ്റി പോയാൽ നമുക്ക് വെയിറ്റ് ചെയ്യുക, ഒരാഴ്ച വെയിറ്റ് ചെയ്യുക, ഒരു മാസം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 മാസം വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്യാനുള്ള ഒരു എമോഷൻ കൺട്രോളും അതുപോലെ ഒരു പേഷ്യൻസ്, അതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് വീക്കിനുള്ള 5 സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക് നമ്മളിവിടെ പറയുന്നുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ടാർഗറ്റ് പെർസെൻറ്റേജ് 10% ആണ് ടാർഗറ്റ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 10% ആണ് പറഞ്ഞത്, ബട്ട് ചില സ്റ്റോക്കുകൾ 17%, 14% എല്ലാം വന്നിട്ടുണ്ട്. 1 വീക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നൽകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. Thank you.